വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളേവരെയും ഏറെ സന്തോഷത്തോടെ യേശുനാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം സഭാപ്രസംഗകൻ്റെ പുസ്തകം 7-ാം അധ്യായം 29-ാം വചനമാണ്. ഞാൻ കണ്ടത് ഇതാണ്, ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ലഭിച്ച ഒരു ഫോൺ കോളിലെ പ്രശ്നമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. നഴ്സിംഗ് പഠനം ഏറെ ബുദ്ധിമുട്ടി പാസ്സായി ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിനി പഠനത്തിന് ശേഷം തൻ്റെ ഏറെ നാളത്തെ അദമ്യമായ ആഗ്രഹം പൂർത്തീകരിച്ച് ഏറെ പ്രാർത്ഥനകളെല്ലാം നടത്തി ഇന്ത്യക്ക് വെളിയിൽ ഒരു സുരക്ഷിത രാജ്യത്ത് എത്തപ്പെടുകയുണ്ടായി. ദൈവാനുഗ്രഹത്താൽ ആ രാജ്യത്ത് പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പരീക്ഷ പാസ്സായി ഒരു ഗവൺമെൻറ് സ്ഥാപനം എന്ന നിലയിൽ തന്നെ ഏറെ സുരക്ഷിതമായ നല്ല വേതനം ലഭിക്കുന്ന ഒരു ജോലിയിൽ പ്രവേശിക്കാനും ഇടയായി. ഭർത്താവും മക്കളും നാട്ടിലായിരുന്നു. സാമ്പത്തികമായി ഏറെ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്ന ഈ സ്റ്റാഫ് നഴ്സ് 2 വർഷങ്ങൾക്ക് ശേഷം ഭർത്താവിനെയും തൻ്റെ 4 മക്കളെയും തന്നോടൊപ്പം ആ നാട്ടിൽ എത്തിക്കുകയുണ്ടായി. ഏറെ വലിയ സ്വപ്നങ്ങളായിരുന്നു. ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു, മാഡം, ജീവിതം ഒന്ന് പച്ച പിടിക്കണ്ടേ, ഒന്ന് രക്ഷപ്പെടണ്ടേ, ഒരു വീടൊക്കെ ഞങ്ങളുടെ സ്വപ്നമാണ്, മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം വേണം, ഇന്ത്യക്ക് വെളിയിൽ നന്നായിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമല്ലോ, അവിടെ ഒരു വീട്, സാമാന്യം ഭേദമായ ഒരു വീട് സംഘടിപ്പിക്കണം, ഏറെ സ്വപ്നങ്ങളുണ്ട്, മക്കളുടെ ഭാവി സുരക്ഷിതമാക്കണമല്ലോ, പുതിയൊരു രാജ്യമാണ്, അവിടെ നല്ല സ്റ്റാൻഡേർഡിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും, നാട്ടിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. ഞാനൊരു കാര്യം മാത്രമേ വിദ്യാർത്ഥിനികളൊക്കെ ഇന്ത്യക്ക് വെളിയിലേക്ക് കടക്കുമ്പോൾ പറയാറുള്ളൂ, ദൈവമാണ് ഈ അവസരം തന്നത്, ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് പോകരുത് കേട്ടോ, എവിടെ ചെന്നാലും പ്രാർത്ഥന മുറുകെ പിടിച്ചോണം, അതുമാത്രമാണ് നമുക്ക് ശാശ്വതമായ സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നത്. ഇതേ വാചകം ആ കുട്ടിയോടും പറഞ്ഞു. ഇടയ്ക്കൊക്കെ ഫോൺ കോൾ വരികയുണ്ടായി, മാഡം കുഴപ്പമില്ല, PR ലഭിച്ചു, അവിടുത്തെ പെർമനൻറ്റ് റെസിഡൻ്റായി, കുട്ടികൾക്ക് അവിടെ ഒരു സ്കൂളിൽ ജോലി കിട്ടി, ജോലിയല്ല അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, ഭർത്താവിനും സാമാന്യം ഭേദപ്പെട്ട ഒരു ജോലി ലഭിക്കുകയുണ്ടായി, വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഏതാണ്ട് 2 വർഷത്തിനകം എന്നോട് വീണ്ടും ഫോണിൽ സംസാരിച്ചു, അവിടെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്, ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഭവനം ദൈവം തന്നു. എല്ലാം കേൾക്കുമ്പോൾ ഏറെ സന്തോഷം തോന്നിയിരുന്നു. എന്ത് കേട്ടാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരമേ തിരിച്ചു വരുവുള്ളൂ, നേട്ടങ്ങളിലൊന്നും അധികം
ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കാറില്ല. ഇതെല്ലാം ഈ ലോകത്തിൽ ഉപേക്ഷിച്ച് പോകേണ്ട വസ്തുക്കളാണല്ലോ. ഒരു കാര്യം മാത്രം എല്ലാവരോടും തിരിച്ചു ചോദിക്കും, പ്രാർത്ഥനാ ജീവിതം എങ്ങനെ പോകുന്നു? ഈ വിദ്യാർത്ഥിനി ഇപ്പോൾ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. പറയുകയുണ്ടായി, മാഡം കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ തിരക്കിട്ട ജീവിതമാണ്, ഓവർ ടൈമൊക്കെ എടുക്കാറുണ്ട്. പ്രാർത്ഥനയ്ക്ക് അല്പസമയമൊക്കെ കുറവാണ്, എങ്കിലും ഒപ്പിക്കും. പക്ഷേ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയ്ക്ക് കിട്ടാറില്ല മാഡം. പല സമയത്തായിട്ടാണ് അവർക്ക് ക്ലാസ്, സ്കൂള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോഴേ ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്തിക്കാൻ തുടങ്ങി, ദൈവമേ, പ്രാർത്ഥനാ ജീവിതം താഴോട്ട് വന്നാൽ ജീവിതം ഒരിക്കലും സുസ്ഥിരമാവുകയില്ലല്ലോ എന്ന് ചിന്തിച്ചു. വീണ്ടും പറഞ്ഞു, പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം കേട്ടോ. പ്രാർത്ഥന കുറയും തോറും പ്രശ്നങ്ങൾ കൂടും. എല്ലാം സന്തോഷമുണ്ട് അറിഞ്ഞതിൽ. ജോലിയൊക്കെ നന്നായിട്ട് പോട്ടെ, നന്നായിട്ട് ശ്രദ്ധിച്ച് പോവുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ സന്തോഷിക്കുക. എന്നാൽ വീണ്ടും ഇപ്പോൾ ഈ കൊറോണ കാലഘട്ടം തുടങ്ങിയ ആ സമയത്ത് അതിൻ്റെ തുടക്കത്തിൽ ഫോൺ കോൾ ലഭിക്കുകയുണ്ടായി. മാഡം, കുടുംബത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മാഡം, എന്താണെന്ന് അറിയണ്ടേ? എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ സ്റ്റാഫ് നഴ്സ് പറയുകയാണ്, 4 കുട്ടികളുള്ളതിൽ 3-ാമത്തെ പെൺകുട്ടി സെക്ഷുവൽ വീഡിയോസ് കാണുന്നു. എല്ലാവർക്കും സ്വന്തമായിട്ട് ഫോണാണല്ലോ. ടെക്നോളജി നല്ലപോലെ അഡ്വാൻസ് ചെയ്ത ഒരു രാജ്യത്താണ് താമസിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഇതെല്ലാം കൈവിരൽ തുമ്പിൽ ലഭിക്കുന്നത് കൊണ്ട് സെക്ഷുവൽ വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് കാണുന്നു, ഡൗൺലോഡ് ചെയ്യാതെ കാണുന്നു. ഇത് കണ്ടുപിടിക്കുകയുണ്ടായി. കണ്ടുപിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഒരമ്മ എന്ന നിലയിൽ ഏറെ പ്രകോപിതയായി കുട്ടിയോട് സംസാരിക്കുകയുണ്ടായി. ഏകദേശം 10-12 വയസ്സോളം പ്രായമുള്ള കുട്ടിയാണ്. കുട്ടി തിരിച്ചു പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പോരരുത്, ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും. സ്കൂളിൽ നിന്ന് എഴുതി തന്നിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ മാനസികമായോ ശാരീരികമായോ ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഈ നമ്പറിൽ അറിയിക്കാൻ സ്കൂളിൽ നിന്ന് തന്നെ ഡയറിയിൽ നമ്പർ കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സ്റ്റാഫ് നഴ്സ് ഫോണിൻ്റെ അങ്ങേ തലക്കൽ കരയുകയാണ്. മാഡം, എനിക്കെൻ്റെ മോളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അവൾ എല്ലാ രീതിയിലും ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞു. എന്നെ അതിശയപ്പെടുത്തിക്കൊണ്ട് ഈ സ്റ്റാഫ് നഴ്സ് പറയുകയാണ്, മാഡം, എനിക്കും കുടുംബജീവിതം ബോറടിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഹസ്ബൻഡ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ചയ്ക്ക് എന്നെ സഹായിക്കുന്നില്ല. കുടുംബജോലികളിലെല്ലാം പങ്കെടുക്കുന്നുണ്ടെങ്കിലും അത് പോരാ. പ്രിയപ്പെട്ടവരെ, ഏറെ സമാധാനത്തിൽ നാട്ടിൽ കഴിഞ്ഞിരുന്ന ആ കുടുംബം അവിടെ എത്തി. സാമ്പത്തികമായും ഔദ്യോഗികമായും ഒക്കെ ഒരു സുസ്ഥിതി പ്രാപിച്ചതിന് ശേഷം സംതൃപ്തിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? കുടുംബത്തെ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ലേ? ഈ സ്റ്റാഫ് നഴ്സ് പറയുകയാണ്, മാഡം, അങ്ങനെയല്ലല്ലോ എല്ലാവരും. മറ്റ് കുടുംബങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവിടെയൊക്കെ കുടുംബനാഥന്മാർ ഇതിലും കൂടുതൽ അധ്വാനിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഞാനും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പ്രിയപ്പെട്ടവരെ, അധ്വാനത്തിൻ്റെ അളവിലുള്ള കണക്കുകൾ നിരത്താൻ തുടങ്ങി. ആ രാജ്യത്തെ കറൻസിയുടെ പേര് പറഞ്ഞ് ഇത്ര കറൻസി ഞാനും ഇത്ര കറൻസി അദ്ദേഹവും സമ്പാദിക്കുന്നുണ്ട് തുടങ്ങി. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തികമായ വലിയ ഒരു കണക്ക് നിരത്തുകയുണ്ടായി. സമ്പത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തി എന്ന് പറഞ്ഞാൽ കൂടെ ലോൺ എടുത്ത് വാങ്ങിയ വസ്തുവകകളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ നിലനിൽക്കുന്ന സ്ഥിതിയിലേക്ക് ലോൺ അടവുകളുടെ കാര്യം മുതൽ കുടുംബ ചെലവുകളുടെ കാര്യം വരെ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ കടന്നു പോകുന്നു. കുട്ടികളുടെ സ്കൂളിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചും സ്കൂളിലേക്കുള്ള യാത്രയും കൊണ്ടുവരവിനെക്കുറിച്ചും കുട്ടികൾക്ക് പഠിക്കാൻ ഹെൽപ്പ് കൊടുക്കുന്നതിനെ പറ്റിയും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു.
മാത്രമല്ല ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നതിനെ ചൊല്ലിയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്ത് തുടങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഈ പ്രശ്നങ്ങളിലേക്ക് കുടുംബങ്ങൾ കടക്കുന്നു എന്ന് നാം ചിന്തിച്ചാൽ നമ്മുടെ തന്നെ സമാധാനക്കേടിൻ്റെ കാരണം ഒന്ന് അവലോകനം ചെയ്ത് അപഗ്രഥിച്ച് നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ തന്നെ സങ്കീർണ സൃഷ്ടിയാണ്. ദൈവം മനുഷ്യനെ ഇത്രയേറെ പ്രശ്നങ്ങളുമായി ഒരിക്കലും സൃഷ്ടിച്ചിട്ടില്ല. വിദ്യാഭ്യാസവും ജോലിയും സാമ്പത്തിക നേട്ടങ്ങളും എല്ലാം പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് മനുഷ്യരെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. മറ്റൊരു കുടുംബം എൻ്റെ കൂടെ സ്കൂൾ തലങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് പല ഡിവിഷനിലാണേലും പഠിച്ചുകൊണ്ടിരുന്ന ഒരു വളരെ മിടുക്കിയായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരിയാണ്. ഏറെ വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. US സെറ്റിൽഡ് ആണ് അവർ. ഈയിടെ ഫേസ്ബുക്കിൽ കൂടെ എന്നെ കണ്ടു, പരിചയപ്പെട്ടു, മെസ്സേജ് വിട്ട്, ഫോൺ നമ്പർ തന്നു. അങ്ങനെ ഏതാനും മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുകയുണ്ടായി. പല പ്രോഗ്രാമുകളും കാണുന്നുണ്ട്. ഒരഭിപ്രായം ചോദിക്കാനും തുറന്നൊന്ന് സംസാരിക്കാനും ആഗ്രഹിക്കുന്നു എന്ന മെസ്സേജ് വിട്ടു. ഫോൺ നമ്പർ കൊടുത്തു. എൻ്റെ പഴയ കൂട്ടുകാരി എന്നെ വിളിച്ചപ്പോൾ പറയുകയാണ്, 2 മക്കളാണുള്ളത്, 2 ആൺകുട്ടികളാണ്. ഏകദേശം 25 വയസ്സിന് മുകളിൽ പ്രായമുള്ള 2 ആൺകുട്ടികളുടെ അമ്മയാണ് എൻ്റെ കൂട്ടുകാരി. രണ്ടാമത്തെ മകൻ 19 വയസ്സ് മുതൽ ഒരു നീഗ്രോ പെൺകുട്ടിയുമായി അടുപ്പത്തിലാവുകയും ആ പെൺകുട്ടിയുടെ വീട്ടിൽ കഴിയുകയുമാണ് ചെയ്യുന്നത്. കാരണം അവരടുപ്പത്തിലാകുന്നതിനെ ഈ അപ്പനും അമ്മയും എതിർത്തിരുന്നു. ലിവിങ് ടുഗദർ എന്ന് പറയുന്ന പരിപാടിയിൽ ഇപ്പോൾ ആ പെൺകുട്ടിയുമായി അവരുടെ വീട്ടിൽ താമസിക്കുകയാണ്. പ്രാർത്ഥനയില്ല, മാതാപിതാക്കളുമായി ഫോണിലുള്ള ബന്ധം കൂടെ ഇല്ല. ഫോണിൽ അങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ അത് തുറന്നു പോലും നോക്കാറില്ല. യാതൊരു ആത്മാർത്ഥതയുമില്ലാത്ത ജീവിതം. പ്രിയപ്പെട്ടവരെ, വെറുതെ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു, എപ്പോൾ മുതൽ? പുതിയ ഒരു രാജ്യത്ത് കാലുകുത്തിയതിന് ശേഷം അവിടുത്തെ രീതികളുമായി പൊരുത്തപ്പെട്ടു പോകുമ്പോഴാണ് മക്കള് പതിയെ നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങുന്നത്. ഞാൻ ഈ പറഞ്ഞതിനർത്ഥം ഒരിക്കലും ഇന്ത്യ വിട്ടു പോകരുതെന്നും ഒന്നുമല്ല കേട്ടോ. ദൈവം ഇല്ലാതെയുള്ളൊരു ജീവിതം നാശത്തിലേക്ക് കൂപ്പുകുത്താൻ മാത്രമേ സഹായിക്കൂ. അപ്പോഴാണ് ഈ വചനങ്ങളിൽ കൂടെ കടന്നു പോയത്, പ്രാർത്ഥന മാത്രമേ ഇനി വഴിയുള്ളൂ. ജീവിത സാഹചര്യങ്ങൾ ഉയരുമ്പോൾ സ്വാഭാവികമായും ചില സമയം പ്രാർത്ഥനാ ജീവിതം അല്പമൊന്ന് മന്ദതയിലേക്ക് കടക്കുന്നത് നാം തിരിച്ചറിയാറുണ്ട്. തിരക്കിട്ട ജീവിതം, മക്കളുടെ വിദ്യാഭ്യാസം, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ജോലിയുമായിട്ടുള്ള വെല്ലുവിളികൾ, ഇവയെല്ലാം കോംപ്രമൈസ് ചെയ്യിപ്പിക്കുന്നത് പ്രാർത്ഥനയിലാണല്ലോ. ഈ 2 അനുഭവങ്ങളെ ഏറെ ചിന്തയിലൂടെ കടന്നപ്പോൾ മനുഷ്യൻ എന്താണ് ചിന്തിക്കേണ്ടതെന്നും പ്രവർത്തിക്കേണ്ടതെന്നുമുള്ള വചനങ്ങളിൽ കൂടെ കടന്നു പോകാൻ സാധിച്ചു. അത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനം 119:37, വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ, അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ. വ്യർത്ഥതകളാകുന്ന ലക്ഷ്യങ്ങളിൽ കൂടെ മനുഷ്യൻ ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ ജീവിതത്തിൻ്റെ അവസാനം എന്താണെന്നും നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്നും നാം ഒരിക്കലും മറന്നുകൂടാ. ജീവിത സാഹചര്യങ്ങൾ ഏറെ മെച്ചപ്പെട്ടെങ്കിലും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ലഭിക്കാത്തതിൻ്റെ കാരണം എന്താണ്? ഈയിടെ ഒരു വളരെ പ്രശസ്തിയായ
ഒരു വനിതയുടെ പ്രഭാഷണം ശ്രദ്ധിക്കുകയുണ്ടായി. മലബാർ മേഖലയിലേക്ക് കുടിയേറി പാർത്ത അനേകം മാതാപിതാക്കളുടെ മക്കൾ ഇന്ത്യക്ക് വെളിയിൽ സെറ്റിൽഡായി ഏറെ പ്രായാധിക്യം മൂലം വിഷമിക്കുന്ന മാതാപിതാക്കൾ ഒറ്റയ്ക്ക് വലിയ വലിയ വീടുകളിൽ കഴിയുകയാണ്. നോക്കാനും അന്വേഷിക്കാനും സാന്ത്വനിപ്പിക്കാനും കരുതൽ കൊടുക്കാനും ആരുമില്ലാതെ ഇന്ത്യക്ക് വെളിയിലേക്ക് ചേക്കേറിയ കുടുംബങ്ങൾ അവിടെ തന്നെ സെറ്റിലായിക്കൊണ്ടിരിക്കുകയാണ്. മക്കള് രക്ഷപ്പെടണം, നന്നായിട്ട് വിദ്യാഭ്യാസം കിട്ടണം എന്ന ലക്ഷ്യത്തോടെ ഇവിടുന്ന് അന്യനാടുകളിലേക്ക് ചേക്കേറുന്നു. അവിടുത്തെ കൾച്ചറുമായി പൊരുത്തപ്പെടുന്ന കുട്ടികൾ ഒരിക്കലും തിരിച്ച് നാട്ടിലേക്ക് വരാൻ മനസ്സാകുന്നില്ല. ആ ജീവിത രീതിയും ആ കൾച്ചറുമായി ഇടകലർന്ന് ജീവിക്കുന്ന അവർ ആത്മീയ ജീവിതത്തിൽ നിന്ന് ഏറെ പുറന്തള്ളപ്പെടുന്നു. ഏറെ മാതാപിതാക്കൾ ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ അവരെല്ലാം ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് മക്കളുടെ കാര്യം പറയുന്നത്. ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനായി സുഖലോലുപതയിലേക്ക് കടക്കാനായി പോയ പലരും ഇന്ന് മനസ്സുകൊണ്ട് വിഷമിക്കുകയാണ്. ഏത് തലമുറയ്ക്കായി സ്വത്ത് സമ്പാദിക്കാനാണോ അന്യനാടുകളിലേക്ക് കടന്നത്, ആ നാടുകളിൽ വെച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മക്കൾ വ്യതിചലിക്കപ്പെടുന്നതും ദൈവഭക്തി ഇല്ലാത്ത മക്കളായി തീരുന്നതും കണ്ട് മനസ്സുരുകി കരയുന്ന അനേകം മാതാപിതാക്കൾ എന്നെ ഫോണിൽ വിളിക്കാറുണ്ട്. മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാക്കാനായി മെച്ചപ്പെട്ട ജീവിത സൗകര്യം ലഭിക്കുന്നതിനായി തിരിക്കുന്ന പല കുടുംബങ്ങളും ദൈവ വഴിയിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ട ജീവിതം മറ്റു നാടുകളിൽ നയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനം 141:8. ദൈവമായ കർത്താവെ, എൻ്റെ ദൃഷ്ടി അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. ഏത് വഴിക്ക് പോയാലും നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ദൃഷ്ടിയും ദൈവത്തിലാണെങ്കിൽ ഒരു സാഹചര്യങ്ങൾക്കും നമ്മെ വഴിതെറ്റിക്കാൻ സാധിക്കില്ല. എവിടെ ആണെങ്കിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള ഒരു കുടുംബം ദൈവഭക്തിയിൽ അടിയുറച്ച് തന്നെ ജീവിക്കും എന്നതിൽ സംശയമില്ല. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു. സുഭാഷിതങ്ങൾ 4:25. നിന്റെ ദൃഷ്ടി അവക്രമായിരിക്കട്ടെ, നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ. മുമ്പിൽ ദൈവത്തെ കാണുന്ന വ്യക്തി തൻ്റെ പാദങ്ങൾ ദൈവത്തിൽ ഉറപ്പിച്ച് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. പ്രഭാഷകന്റെ പുസ്തകം 23:4 വീണ്ടും ഇങ്ങനെ പറയുന്നു. എൻ്റെ പിതാവും ദൈവവുമായ കർത്താവെ, എൻ്റെ ദൃഷ്ടികൾ ഔദ്ധത്യം നിറഞ്ഞതാകരുതേ. യെശയ്യാ 31:1. കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും ആശ്രയിക്കുന്നവൻ നിർഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, ഏത് തുറയിലും ജീവിക്കാം, ഏത് ജോലിയും സ്വീകരിക്കാം, ഏത് രാജ്യത്തും കടന്നു ചെല്ലാം. പക്ഷേ നമ്മുടെ ദൃഷ്ടി കർത്താവിൽ ഉറപ്പിച്ച് മുന്നോട്ട് നീങ്ങിയാൽ സന്തോഷത്തിലും സമാധാനത്തിൻ്റെ തികവിലും എവിടെയാണെങ്കിലും ജീവിക്കാൻ സാധിക്കും. മറ്റനേകം കുടുംബങ്ങൾ ദൈവഭക്തിയിൽ കുഞ്ഞുങ്ങളെ വളർത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും പറയുന്നു. ദാനിയേലിന്റെ പുസ്തകം 13:35. സൂസന്ന പുണ്യവതിയുടെ കാര്യമാണ് പറയുന്നത്. അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചു. നമ്മുടെ ദൃഷ്ടി കർത്താവിലായിരിക്കണം, നമ്മുടെ ആശ്രയം ദൈവമായിരിക്കണം. സങ്കീർത്തനം 119:15. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. സങ്കീർത്തനം 19:14. എൻ്റെ അപേക്ഷയിലെയും വിമോചകനുമായ കർത്താവെ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ.
കർത്താവിന് ഇഷ്ടമില്ലാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ പോകണം എന്ന് നാം ശഠിക്കാൻ പാടില്ല. കർത്താവിനോട് ആലോചന ചോദിച്ച് മുന്നോട്ട് നീങ്ങുന്നത് തന്നെയാണ് നല്ലത്. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബം, രണ്ടാമത് വിളിച്ച കുടുംബത്തിലെ എൻ്റെ കൂട്ടുകാരി പറയുകയാണ്, മക്കൾക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള നിത്യോപയോഗ സാധനങ്ങളിൽ മാത്രമാണ് ലക്ഷ്യം. ദൈവത്തിൽ ആശ്രയിക്കാതെ ലോകത്തിൻ്റെ വ്യർത്ഥതകളുടെ പിന്നാലെ പായുമ്പോൾ എങ്ങോട്ടാണ് ഈ യാത്ര എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മക്കൾക്ക് ധാർമ്മിക മൂല്യം പകർന്നു കൊടുത്ത് ദൈവഭക്തിയിൽ അടി ഉറച്ച് വളരാൻ ഉള്ള സാഹചര്യം എവിടെയാണോ ലഭിക്കുന്നത് ആ സാഹചര്യം ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. തോബിത്തിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 12-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: എല്ലാ സൃഷ്ടികളും അവിടുത്തെ എന്നെന്നും വാഴ്ത്തട്ടെ, എൻ്റെ ദൃഷ്ടികളും മുഖവും അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. കർത്താവിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, ഒരു കുടുംബം ഒരിക്കലും വഴിതെറ്റിപ്പോവില്ല എന്നതാണ് യാഥാർത്ഥ്യം. 1 തിമോത്തി 6-ാം അധ്യായം 1-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: എന്നാൽ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടി അകലണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക. നാം ഉന്നം വയ്ക്കേണ്ടത് സാമ്പത്തിക നേട്ടങ്ങളോ ജോലിയോ വീടോ ഒന്നുമല്ല. കർത്താവിൻ്റെ നിത്യ സ്നേഹത്തിൻ്റെ അടയാളങ്ങളായ മേൽപ്പറഞ്ഞ പുണ്യങ്ങളിൽ അഭിവൃദ്ധി പ്രാപിക്കാനാണ് നാം ശ്രമിക്കേണ്ടതും നമ്മുടെ മക്കളെ അതിലേക്ക് നയിക്കേണ്ടതും. വീണ്ടും പ്രശ്നങ്ങൾ ഒരുപാടാണ് എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുന്ന അനേകം കുടുംബങ്ങളിൽ ജീവിത രീതിയെപ്പറ്റി അവർ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, പ്രശ്നങ്ങൾ അവരുടെ തന്നെ സൃഷ്ടിയാണ്. ദൈവമായിട്ട് കൊടുത്ത പ്രശ്നങ്ങളല്ല. മനുഷ്യൻ്റെ ദുർമോഹത്താൽ, അതിമോഹത്താൽ വഴിതെറ്റിക്കപ്പെടുന്ന എത്രയോ കുടുംബങ്ങളാണുള്ളത്. മക്കൾക്ക് വേണ്ടിയിട്ടാണ്, കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തു കൂട്ടുന്ന എത്ര കാര്യങ്ങൾ അവസാനം ദുഃഖത്തിനും തീരാനാശത്തിനും കാരണമായി തീരുന്നുണ്ട്. വീണ്ടും കൊളോസ്സർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചേക്കുന്നത് നിത്യ ജീവിതത്തിനായിട്ടാണ്. ഈ ലോകത്തിലെ ജീവിതം വെറും നൈമിഷികമാണ്. ഇത് വിട്ട് നിത്യതയിൽ ചെന്ന് ചേരുക എന്നുള്ളതാണ് നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ആത്യന്തിക ലക്ഷ്യം. നമ്മുടെ മനസ്സ് പല വ്യർത്ഥതകളിലും ഉടക്കി ഈ ലോകത്തിൽ തന്നെ കിടക്കാതെ നിത്യജീവൻ അവകാശപ്പെടാൻ നാം എന്ത് ചെയ്യണം? അതാണ് സ്ഥായിയായി നിലനിൽക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കിയാൽ ഒരുപാട് മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. വീണ്ടും യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാം വചനം ഇങ്ങനെ പറയുന്നു: ജ്ഞാനം കൊണ്ട് നിറയുക, അതും ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം. ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതുമാണ്. അത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് നാം അതിൽ നിന്ന് ആത്യന്തികമായി വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുവരുന്ന ഏതാനും വചനങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയത്. നാം ഒരുപാട് ലൗകിക പ്രശ്നങ്ങളിൽ ആകുലരും ഉത്കണ്ഠാകുലരും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഉറക്കം നഷ്ടപ്പെട്ടവരും ആരോഗ്യം നഷ്ടപ്പെട്ട രോഗികളായി തീർന്നവരുമാണോ? നമുക്കേവർക്കുമുള്ള വചനമാണ്: ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ് എന്നത്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ
ഇന്നത്തെ കഷ്ടതകൾ തുലോം നിസ്സാരമാണ്. വ്യർത്ഥതയിൽ നിന്ന് നമ്മുടെ ദൃഷ്ടി തിരിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ ദൈവം നമുക്ക് ദാനമായി തന്ന ജീവിതം ദൈവമഹത്വത്തിനായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ വ്യർത്ഥതകളിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കാൻ ഈ വചനങ്ങളുടെ അഭിഷേകം നമ്മെ സഹായിക്കട്ടെ. നമ്മെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യവും നമ്മുടെ ലക്ഷ്യവും എന്താണെന്ന് ഒരു തിരിഞ്ഞു നോട്ടം നടത്താനും അനേകം കുടുംബങ്ങൾക്ക് മക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ആത്മീയമായ ഉത്കർഷം ഉണ്ടാകുന്ന ഒരു കുടുംബമായി മാറാനും ഇത് സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം നിറയാനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഈ സമയം അങ്ങ് ഞങ്ങളോട് വചനങ്ങളിൽ കൂടെ സംസാരിച്ചതിനെ കുറിച്ച് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ശക്തമായി കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലട്ടെ, ആഴ്ന്നിറങ്ങട്ടെ. വ്യർത്ഥതകളിൽപ്പെട്ട് ഉഴലുന്ന മക്കൾക്ക് വഴികാട്ടിയാകാൻ കർത്താവെ അഭിഷേകത്തിൻ്റെ നിറവായി ഈ വചനങ്ങൾ മാറാനിടയാകട്ടെ. ഈശോയെ, അങ്ങയുടെ ഉന്നതമായ ജ്ഞാനത്താൽ ബുദ്ധിമുട്ടുകയും കഷ്ടപ്പെടുകയും തീരാദുഃഖത്തിൽ കഴിയുകയും മുന്നോട്ടൊരു വഴിയില്ലാതെ വിഷമിക്കുകയും മക്കളുടെ വഴി പിടിച്ച പോക്കിൽ ഒരുപാട് വിഷമിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, അവരെ അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങിൽ ദൃഷ്ടി ഉറപ്പിക്കാനും അങ്ങയുടെ പ്രമാണങ്ങളിൽ അടിയുറച്ച് ജീവിക്കാനും അതാണ് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് മനസ്സിലാക്കാനുള്ള കൃപയാൽ മക്കളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്ന, വിഷമിക്കുന്ന, സങ്കടപ്പെടുന്ന എല്ലാ മക്കളെയും കർത്താവെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ചെറുവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നില്ലല്ലോ. അങ്ങയുടെ വില തീരാത്ത രക്തത്താൽ അവരെ വീണ്ടെടുക്കണമേ, അനുഗ്രഹിക്കണമേ. വചനത്തിൻ്റെ അഭിഷേകം കുടുംബങ്ങളിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലട്ടെ, വ്യക്തികളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ഈശോയെ, ഓരോ മക്കളെയും ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, സകല മാലാഖമാരെ, വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് ശക്തമായി മധ്യസ്ഥം വഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.